ഇത് ഈക്വലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിൻ്റെ അകത്ത് ഒരിക്കലും ഇന്ന ആൾ ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആൾ ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യം ഇതിൽ പറയുന്ന ഒരു കാര്യം വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് കുട്ടിക്ക് വേണ്ട മൗലികാവകാശം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണോ സംഭവിച്ചത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വി വോണ്ട് ഡിനൈ. ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. സ്റ്റിൽ നൗ ഷീ ഈസ് അവർ സ്റ്റുഡൻറ്. ഇപ്പോഴും അഡ്മിഷൻ രജിസ്റ്ററിൽ ഷീ ഈസ് പ്രസന്റ്ലി ഷീ ഈസ് അവർ സ്റ്റുഡൻറ്. സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എവിഡൻസോടുകൂടെ അതങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി വിട്ടിട്ടുണ്ട്. ഈ മതപരമായ ഒരു അവകാശം, മൗലികമായ അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശത്തെയാണ് ലംഘിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മൗലിക അവകാശത്തിന് അപ്പുറമായി മറ്റൊരു അവകാശമില്ല, റൂളില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അപ്പോൾ ഭരണഘടനയെ അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് എന്നുള്ളത്. കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഇസ്. നിലവില് ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ശിരോവസ്ത്രം ധരിപ്പിച്ച് കുട്ടിയെ ക്ലാസ്സിൽ കയറ്റണമെന്നാണ്. അത് പാലിക്കില്ല. സ്കൂളിന്റെ നിയമം തന്നെ മുന്നോട്ട് പോകും. അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൻ്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെയും പാരൻറ്റിനെ മീറ്റ് ചെയ്തിട്ടില്ല. സൂൺ ഉടനെ തന്നെ പാരൻറ്റിനെ മീറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് DDA ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. നമ്മൾ അവർ അഭ്യർത്ഥിച്ചതിന് പ്രകാരം DDA ഓഫീസിൽ 11 മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട്. അദ്ദേഹം വിളിച്ച് പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ. എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരൻറ്റിൻ്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനം? എന്താണ് നിലവിലെ തീരുമാനം? മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാ കുട്ടികളും ഈക്വലാണ്. എല്ലാവരും ഈക്വലാണ്. ഒരു ഈക്വലായിട്ട് തന്നെ പഠിച്ചു. ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ലേ അത്. ഇത് ഈക്വലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിൻ്റെ അകത്ത് ഒരിക്കലും ഇന്ന ആൾ ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആൾ ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യം